വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനി. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആൻഡ് റിക്വയർമെന്റ്സ്, ആപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പൊ തന്നെ മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്താണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്? നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ നഴ്സിംഗ് കോഴ്സിനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. 3 വർഷമാണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഡ്യൂറേഷൻ വരുന്നത്. ഈ 3 വർഷത്തിൽ ക്ലാസ് റൂം ട്രെയിനിങ് കാണും, പിന്നെ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കിട്ടും. ഹൗസ് ബിൽഡിങ്ങിനും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് ശേഷം നമുക്കൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് തിയറി, 2 പ്രാക്ടിക്കൽ. തിയറി പാർട്ടിൽ വരുമ്പോൾ 2100 അവേഴ്സ് നഴ്സിംഗ് സ്കൂളിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നഴ്സിംഗ് സ്കൂളിന് ഇവിടെ ഫ്ലീഗ ഷൂള എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ 2500 അവേഴ്സ് ട്രെയിനിങ് ഏതെങ്കിലും കമ്പനിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഹൗസ് ബിൽഡിംഗ്സ് ബെട്രീബ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസ്, ഓൾഡ് ഏജ് ഹോം, ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്നിവിടങ്ങളിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിന് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ ഓറിയന്റേഷൻ ക്ലാസ്. ഫസ്റ്റ് ഇയർ തൊട്ട് സെക്കൻഡ് ഇയർ വരെ ഡോക്ടേഴ്സിന്റെ അടുത്തും പേഷ്യന്റിന്റെ അടുത്തും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും. തേർഡ് ഇയർ സ്പെഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ ജീഡിയാട്രിക്, പീഡിയാട്രിക്, ജനറൽ നഴ്സിംഗ് എക്സെട്ര. 2 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം ഒരു ഇന്റർമീഡിയറ്റ് എക്സാം കാണും. അതിൽ ഇതുവരെ പഠിച്ച നമ്മുടെ നോളജ് ചെക്ക് ചെയ്യും. ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിന്റെ സാലറി നമ്മൾ ചെയ്യുന്ന അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിനെയും എംപ്ലോയറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജർമ്മൻ ഫെഡറൽ അസോസിയേഷന്റെ കണക്കനുസരിച്ച് 1ാമത്തെ വർഷം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ 8.5 യൂറോയും, 2ാമത്തെ വർഷം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ 8.7 യൂറോയും, 3ാമത്തെ വർഷം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ 8.9 യൂറോയും സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടും. ഈ എമൗണ്ട് എല്ലാ വർഷവും ഗവൺമെന്റ് റിവ്യൂ ചെയ്യുകയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മിനിമം വേജസ് ആണ്. ചില സിറ്റീസിൽ അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ച് സ്റ്റൈഫൻഡ് കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട്. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ഇവിടുത്തെ ടോപ്പ് 2 യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. നമ്പർ 1 ക്ലാസിക് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ബിലെഫെൽഡ്. നമ്പർ 2 ലൂഡ്വിഗ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി മ്യൂണിക്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജോബ് പ്രൊഫൈൽസും ആൻഡ് ലൊക്കേഷൻസ് ആൻഡ് സാലറി സ്കെയിൽസ് ആണ്. നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള മെയിൻ റിക്വയർമെന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1 +2 നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിൽ നമ്മൾ ബയോളജി സയൻസ് എടുത്താൽ മാത്രമേ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജർമ്മനിയിൽ കോമേഴ്സ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഏത് സബ്ജക്ട് എടുത്താലും ജർമ്മനിയിൽ നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. നമ്പർ 2 ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി B2 ലെവലെങ്കിലും വേണം. അതായത് ജർമ്മൻ ലാംഗ്വേജിലാണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നത്. നമ്പർ 3 ജോബ് സീക്കർ വിസ എടുക്കണം. അതായത് ക്ലാസ് റൂം ട്രെയിനിങ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. നമ്പർ 4 വാലിഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് പെർമിറ്റ് വേണം. നമ്പർ 5 ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഏജ് ലിമിറ്റ് ഇല്ല. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. നമ്പർ 1 സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്. നമ്പർ 2 പാസ്പോർട്ട് ആൻഡ് വിസ. നമ്പർ 3 ജർമ്മൻ അറ്റ്ലീസ്റ്റ് B2 ലെവൽ സർട്ടിഫിക്കറ്റ് വേണം. അത് ഗോത്തെ അല്ലെങ്കിൽ ടെൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആയിരിക്കണം. നമ്പർ 4 CV. നമ്പർ 5 ഹെൽത്ത് ഇൻഷുറൻസ് ഡോക്യുമെന്റ്സ്. നമ്പർ 6 പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ ഫണ്ട്സ്. നമ്പർ 7 റെഫറൻസ് ഓർ റെക്കമെൻഡേഷൻ ലെറ്റർ. നമ്പർ 8 ഹോം കൺട്രിന് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതായത് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.